ആ ജെല്ലിക്ക് കുറേ പ്രത്യേകതകളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പെഡിക്യൂറിൽ ജെല്ലി ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ചും അത് നിങ്ങൾ വൺസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന് വേറെ സ്പെഷ്യലായിട്ട് മോയ്സ്ചറൈസർ ഒന്നും യൂസ് ചെയ്യേണ്ട. കാരണം എക്സിമ, സോറിയാസിസ് ഒക്കെ ഉള്ള ആളുകൾക്ക്, സ്വെല്ലിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അതും ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാനായിട്ട് ഹായ്, നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് കൂടി എല്ലാവർക്കും സ്വാഗതം. പെഡിക്യൂറുമായി ബന്ധപ്പെട്ടിട്ട് കുറേയേറെ പ്രൊഡക്റ്റുകൾ ഇങ്ങനെ ഡേ ബൈ അപ്ഡേറ്റ് ആയി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒട്ടുമിക്ക പെഡിക്യൂറിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ജെല്ല്, അതായത് നമുക്ക് വാട്ടറിലേക്ക് മിക്സ് ചെയ്യുമ്പോൾ അത് ജെല്ലായിട്ട് ഭയങ്കര സോഫ്റ്റായിട്ട് ബബിൾസ് ആയിട്ട് കാണപ്പെടുന്ന ഒരു സംഭവം ജെല്ലി, അതിൻ്റെ പൗഡർ ഫോമാണ് ഈ കാണുന്നത്. പലപ്പോഴും എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ എനിക്ക് തോന്നുന്ന ക്രിസ്റ്റൽ സ്പാ പെഡിക്യൂർ എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന ലോട്ടസിൻ്റെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നേച്ചേഴ്സിൻ്റെ ആയിക്കോട്ടെ, ഇനി അതും അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറിയിലാണ് ഒട്ടുമിക്ക പെഡിക്യൂർ കിറ്റുകളും വരുന്നത്. അപ്പോൾ പലർക്കും ഒരു സംതിങ് സ്പെഷ്യലായിട്ടുള്ള പെഡിക്യൂറൊക്കെ ചെയ്യുമ്പോൾ തന്നെയാണെങ്കിലും ആ ജെല്ലി എഫക്റ്റ് എങ്ങനെ ഉണ്ടാവും, അതിനൊരു പർട്ടിക്കുലർ കിറ്റ് മേടിച്ചാൽ മാത്രമാണോ നടക്കുള്ളൂ എന്നുള്ള ചോദ്യങ്ങളുണ്ട്. അവിടെ സെപ്പറേറ്റ് കിട്ടുമെന്നുണ്ട്. അപ്പോൾ അതിനുള്ളൊരു പരിഹാരമായിട്ടാണ് ഞാനിപ്പോൾ ഈ തവണ വന്നിരിക്കുന്നത്. അതിൻ്റെ പ്രോഡക്റ്റ് നമ്മളുടെ അടുത്ത് ഇതുണ്ടോ, ഇതുപോലെ റോസും ലാവൻഡറും ഫ്ലേവറിലായിട്ട് നമ്മുടെ സ്വന്തം യൂണിക് വേദയിൽ നിന്ന് വന്നിട്ടുണ്ട്. ആ ജെല്ലി നിങ്ങൾക്കറിയാം, ചെറിയ വാം വാട്ടറിൽ, അതായത് ചൂടുവെള്ളമല്ല, ചെറിയ ചൂടാക്കിയ വെള്ളം, അതാണ് നമ്മൾ വാം വാട്ടർ എന്ന് പറയും. ആ വാം വാട്ടറിൽ ജെല്ലി ഇട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഈ പൗഡർ ഇട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ ജെല്ലി ആയിട്ട് വന്നെ നമുക്കറിയാൻ പറ്റും. ആ ജെല്ലിക്ക് കുറേ പ്രത്യേകതകളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പെഡിക്യൂറിൽ ജെല്ലി ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ചും ജെല്ലി പൗഡർ നമ്മൾ ഉപയോഗിച്ച് ഈ പറഞ്ഞ പോലെ ആ പൗഡർ ഇട്ട് മിക്സ് ചെയ്ത് ജെല്ലി ആയി കഴിയുമ്പോൾ അത് പെഡിക്യൂർ ചെയ്യുന്ന സമയത്ത് എക്സ്ട്രാ ഒരു മോയ്സ്ചറൈസ് ചെയ്യും നിങ്ങളുടെ സ്കിന്നിനെ, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഫുട്ട്. പലർക്കും ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഫുട്ട് ഉണ്ടാവും, അതുപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള ക്രാക്കുകളൊക്കെ ഉള്ള ഫുട്ട് ഉണ്ടാവും. അപ്പോൾ ജെല്ലി ഉപയോഗിച്ച് ആളോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം. അത് നിങ്ങൾ വൺസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന് വേറെ സ്പെഷ്യലായിട്ട് മോയ്സ്ചറൈസർ ഒന്നും യൂസ് ചെയ്യേണ്ട. കാരണം നാച്ചുറലി തന്നെ അതിലേക്ക് നമ്മൾ വെള്ളത്തിന് അബ്സോർബ് ചെയ്യാനുള്ളൊരു കഴിവുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനൊക്കെ നല്ല സോഫ്റ്റും അതുപോലെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുകയും ചെയ്യും. പെഡിക്യൂർ ചെയ്തിട്ട് നമ്മളുടെ ക്ലയൻറ്റ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവർക്ക് അപ്പോൾ തന്നെ ആ ഒരു ഫീൽ ഉണ്ടാവും, ഭയങ്കര എന്താ പറയുക, നന്നായിട്ട് ആ ഡ്രൈനെസ് ഒക്കെ മാറി ഒരു സോഫ്റ്റും, ഒപ്പം തന്നെ ഇത് ഡ്രൈ സ്കിന്നിനെ നന്നായിട്ട് മോയ്സ്ചർ ചെയ്യും. ഒപ്പം നിങ്ങൾക്കറിയാം അതിൻ്റെ ആ ഒരു എക്സ്ഫോളിയേറ്റിംഗ് എഫക്റ്റ്, അതായത് നമ്മളുടെ സ്ക്രബ് ചെയ്യുന്നതിന് പകരം ആ ഒരു എഫക്റ്റ്, അതായത് ഡെഡ് സ്കിന്നിനെ റിമൂവ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി കൂടി ഈ പറയുന്ന ജെല്ലിക്കുണ്ട്. അതുകൊണ്ടാണ് ഇത് എല്ലാ പ്രൊഡക്റ്റിലും, അതായത് എല്ലാ ഇപ്പോൾ ഇറങ്ങുന്ന ഒട്ടുമിക്ക പെഡിക്യൂർ കിറ്റുകളിലും ഇത് വരുന്നുണ്ടെന്നുള്ളത് നമുക്കറിയാം. അതുപോലെ ഇതിൻ്റെ മസാജിങ് ചെയ്യാനുള്ള, മസാജ് ചെയ്യാൻ നമുക്ക് ഇത് വെച്ചിട്ട് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മുടെ മസിൽസ്, പ്രത്യേകിച്ച് നമ്മൾ പെഡിക്യൂർ ചെയ്യുമ്പോൾ കാഫ് മസിലൊക്കെ നമ്മൾ മസാജ് ചെയ്യുമല്ലോ. അപ്പോൾ കാഫ് മസിലൊക്കെ മസാജ് ചെയ്യണ സമയത്ത് ആ മസാജ് കൊണ്ട് ഈ ജെല്ലി വെച്ച് ചെയ്യുകയാണെങ്കിൽ കുറേ കൂടി മസിൽസിന് റിലാക്സേഷൻ കിട്ടാനും ആ ഒരു കാമായിട്ട് ഒരു എനർജി പുതിയതായിട്ട് നമ്മുടെ മസാജ് കഴിയുമ്പോൾ ക്ലയൻറ്റിന് തോന്നാനും വളരെ നല്ലതാണ് ഈ ജെല്ലി. ഒപ്പം തന്നെ എക്സിമ, സോറിയാസിസ് ഒക്കെ ഉള്ള ആളുകൾക്ക്, സ്വെല്ലിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അതും ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാനായിട്ട് ആ ഒരു ഇൻസ്റ്റൻറ്റ് ഇതിൽ നമ്മളുടെ ഈ ജെല്ലി പെഡിക്യൂർ വെച്ച് ചെയ്തു കഴിഞ്ഞാൽ സാധിക്കും. ഞാനിപ്പോൾ ഇത് കോമൺ ആയിട്ട് പലരും നമ്മളുടെ ഇവിടെ ഷോപ്പിൽ വരുമ്പോൾ ചോദിക്കാറുണ്ട്, ഇങ്ങനെയൊരു സാധനം ഉണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് കുറേ ആളുകൾ അറിഞ്ഞിട്ട് ഇത് കൊണ്ടുപോയ ആളുകളുണ്ട്. പക്ഷേ അവർക്ക് പറ്റിയൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ വാം വാട്ടറിലേക്ക് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ജെല്ല് പരുവത്തിലാവും, ആ ജെല്ല് ഫോമേഷൻ നടക്കും. പക്ഷേ ഇത് നമുക്ക് അറിയാം, പെഡിക്യൂർ ടബിലിട്ട് കഴിഞ്ഞപ്പോൾ ഇത് എങ്ങനെ ഡിസോൾവ് ചെയ്യും എന്നുള്ളത്. അപ്പോൾ അത് പലർക്കും അറിയാതിരുന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതിന് നമുക്കൊരു അതിൻ്റെ ഒരു സോൾട്ട് പോലെ ഒരു സാധനം വന്നിട്ടുണ്ട്. ആക്ച്വലി ഇതാണ് ഈ ഒരു ക്രിസ്റ്റൽ, അതായത് ക്രിസ്റ്റലും ഡീക്രിസ്റ്റലൈസറും. ഇത് ക്രിസ്റ്റലാണ്, ജെല്ലിയാവും. ഇത് ഡീക്രിസ്റ്റലൈസാണ്. ആ ജെൽ ഫോമിനെ വീണ്ടും ഈ ഒരു പൗഡർ നമ്മൾ അതിലേക്ക് ഇടുന്നതനുസരിച്ച് വീണ്ടും അത് ആ വെള്ളത്തിൻ്റെ ഫോമിലേക്ക് വരും. പിന്നെ നമ്മൾ പെഡിക്യൂറിൻ്റെ ആ ഒരു ബട്ടൺ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ വെള്ളമായിട്ട് തന്നെ അത് അതിലെ റിമൂവായി പോയിക്കൊള്ളും. ഇത് ആക്ച്വലി കമ്പനി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ
3 ടീസ്പൂൺ ഇത് എടുത്തു കഴിഞ്ഞാൽ 1 ടീസ്പൂൺ ഇത് എടുക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മളിതൊരു സാഷ പൊട്ടിച്ചിട്ട് ജസ്റ്റ് അതിലേക്കൊന്ന് ഇട്ട് കൊടുത്താൽ മതി. വെള്ളം എത്രത്തോളം ഡിസോൾവ് ആയി വരുന്നതനുസരിച്ചിട്ട് അത് ഇടണം, നിങ്ങൾക്ക് കുറയ്ക്കാനും പറ്റും. അപ്പോൾ ഈ ഒരു സാധനം കൂടി ആക്ച്വലി നമ്മൾ ജെല്ലിയുടെ വർക്ക് ചെയ്യുന്ന ആളുകൾ ഉറപ്പായിട്ടും ചോദിച്ച് മേടിക്കണം. ഇതിൻ്റെ വലിയ ബോട്ടിൽസ് ഇതേപോലെ തന്നെ ഡീക്രിസ്റ്റലൈസ്ഡ് കൂടി വരുന്നുണ്ട്. അതുവരേക്കും തൽക്കാലം ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മളിത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ വീഡിയോ ഇതാണ്. നമ്മൾ ഇത് ശരിക്കും ടബിൽ എങ്ങനെയാണോ നമ്മൾ ഇടേണ്ടത്, ഇപ്പോൾ നമ്മൾ കാണിച്ച പോലെ തന്നെ നിങ്ങൾ വെള്ളം നിറയ്ക്കുക, ചെറിയ ചൂടുവെള്ളമായിരിക്കണം, അങ്ങനെ പെട്ടെന്ന് അത് ജെല്ലി ഫോമിലേക്ക് വരും. ഇതുപോലെ വെള്ളം നിറയ്ക്കുക, ജസ്റ്റ് ആ പൗഡർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാവും, ജെല്ലി ഫോമിലേക്ക് വരും. അതിനുശേഷം അത് ഡിസോൾവ് ചെയ്യാനായിട്ട് ഈ പറയുന്ന പോലെ തന്നെ ഇതിട്ട് കൊടുക്കുക. നമ്മൾ ജസ്റ്റ് മിക്സ് ചെയ്യുമ്പോൾ തന്നെ അത് വീണ്ടും ആ ഒരു വാട്ടർ സംവിധാനത്തിലേക്ക് അത് തിരിച്ചു വരും. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ സംഭവം. അപ്പോൾ നിങ്ങളുടെ പെഡിക്യൂറിൽ ഇനി ജെല്ലിയും കാര്യങ്ങളും എവിടെ കിട്ടുമെന്ന് അന്വേഷിച്ചെടുക്കേണ്ട. നമ്മുടെ സ്വന്തം യൂണിക് വേദയിൽ ജെല്ലി, അതായത് ക്രിസ്റ്റലും ഡീക്രിസ്റ്റലൈസറും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും പെഡിക്യൂറിൽ നമ്മുടെ കസ്റ്റമേഴ്സിന് പുതിയ പുതിയ അനുഭവങ്ങളും ഒരു പുതിയ ഫീലും മറ്റുള്ളവർക്ക് ഇല്ലാത്ത സംവിധാനങ്ങളൊക്കെ കൊടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ യൂണിക് വേദയുടെ ക്രിസ്റ്റൽ ജെല്ലി പെഡിക്യൂറും ഡീക്രിസ്റ്റലൈസറും എനിക്ക് തോന്നുന്നു ഇത് വേറെ ഒരു പ്രൊഡക്റ്റിലും തൽക്കാലം ഇതേപോലെ നമുക്ക് മേടിക്കാൻ അവൈലബിൾ അല്ല. നിങ്ങളിപ്പോൾ വേറെ ഏതെങ്കിലും പർട്ടിക്കുലർ ബ്രാൻഡിൻ്റെ പെഡിക്യൂർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ പോലും ഇങ്ങനൊരു സാധനം സെപ്പറേറ്റ് ചെയ്യാൻ നമുക്ക് കിട്ടാറില്ല. അപ്പോൾ അതേ സ്ഥാനത്ത് നിങ്ങൾക്ക് ഒരു ഞാൻ പർട്ടിക്കുലർ ബ്രാൻഡ് പറയുന്നില്ല, ഏതെങ്കിലും ബ്രാൻഡൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് എന്നാൽ ഇതുകൂടി അതിൻ്റെ കൂടെ ആഡ് ചെയ്താൽ നന്നായിരുന്നു എന്ന് തോന്നുന്ന ആളുകൾക്ക് ഉറപ്പായിട്ടും ഇത് നിങ്ങൾക്ക് മേടിക്കാം. കസ്റ്റമർക്ക് ഏത് സമയത്തും നിങ്ങൾക്കൊരു ജെല്ലി പെഡിക്യൂർ കൊടുത്തിട്ട് നമ്മുടെ കസ്റ്റമർ ഹാപ്പിയായി പോകാൻ വളരെ നല്ലതാണ്. അപ്പോൾ നിങ്ങൾ യൂണിക് വേദയുടെ ഈ പ്രൊഡക്റ്റ് അടുത്ത പ്രാവശ്യം സ്റ്റോറിൽ വരുമ്പോൾ വാങ്ങിക്കുക, ചെയ്ത് നോക്കുക, എന്നിട്ട് എങ്ങനെ ഉണ്ട് എന്ന് പറയുക. കാരണം എനിക്ക് കുറേ കാലമായിട്ട് പലരും ചോദിക്കാറുണ്ടായിരുന്ന ഒരു പ്രൊഡക്റ്റാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇത് വീഡിയോ ചെയ്യാൻ കാരണം. അപ്പോൾ പുതിയ വീഡിയോകളുമായിട്ട് നമുക്കിനി വീണ്ടും കാണാം. അതിനിടയ്ക്ക് എനിക്ക് തോന്നുന്നു ഇപ്പോൾ യൂട്യൂബിൽ നമുക്ക് പുതിയൊരു കമൻറ്റ് കൂടി വന്നിട്ടുണ്ട്, നമ്മുടെ റോൾ ഓൺ വാക്സ് ഹീറ്ററിനെ കുറിച്ചിട്ടും വാക്സിനെ കുറിച്ചിട്ടും പറയാനായിട്ട്. എനിക്ക് തോന്നുന്നു ഞാനത് ഇതിനു മുമ്പ് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഒന്നുകൂടി നമുക്ക് എന്തായാലും ചെയ്തു നോക്കാം. ഒപ്പം തന്നെ ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് കുറച്ചൊരു ബൗളിലെടുത്തിട്ട് എങ്ങനെ നമുക്കത് ജെല്ലിയാക്കാം, അതേപോലെ തന്നെ എങ്ങനെ നമുക്കത് വീണ്ടും വാട്ടർ ഫോമിലേക്ക് ഇതിട്ട് കഴിയുമ്പോൾ വരുന്നു എന്നുള്ളത് കൂടി നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോ എൻജോയ് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഒപ്പം നമ്മുടെ പ്രൊഫഷണലായിട്ടുള്ള കൂട്ടുകാർക്ക് ഞാൻ കൂടുതലും നമ്മൾ ഈ വീഡിയോയിലൂടെ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ സലൂൺ ഓണേഴ്സിനോ സലൂണിൽ വർക്ക് ചെയ്യണവർക്ക് ഉപകാരപ്പെടണം എന്നുള്ള രീതിയിലാണ് ചെയ്യാറ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കുറേ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ കൂടുതൽ ആളുകൾ കാണുന്തോറും ഈ ലൈക്ക് ചെയ്യുമ്പോൾ യൂട്യൂബിൻ്റെ ആ ഒരു അൽഗോരിതം അനുസരിച്ചിട്ട് കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്താൻ കാരണമാകും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, കൂടുതൽ പ്രൊഫഷണൽ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. തൽക്കാലം